ഹായ്, ഞാൻ അഭയ് പ്രകാശ്. എൻ്റെ കൂടെ ഇന്ന് നൗഫൽ സാറും ഉണ്ട്. അപ്പം നമ്മുടെ CUET UG 2022 നടക്കുന്ന കോഴിക്കോടിലെ ഒരു പ്രധാന സെൻ്റർ ആയിട്ടുള്ള ഉള്ളിയേരിയിലെ MDIT അഥവാ M ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും CUET വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പം പോവാം. ണ്ടാവല്ലേ, ഞങ്ങൾ MDITലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറേ കയറാനുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, ഞങ്ങൾ കുറേ നേരമായി നടക്കുന്നു, പക്ഷേ ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി ആരെങ്കിലും MDIT എക്സാം എഴുതാൻ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, വണ്ടിയൊക്കെ എടുത്ത് പോന്നോളുക. ബസ്സിലിറങ്ങിയാൽ കുറേ നടക്കാനുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ അറിയാലോ CUET UG 2022 Day 3 ആണ്. അപ്പോൾ Day 3 സ്ലോട്ട് 2 എങ്ങനെയുണ്ട്, കുട്ടികൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്നൊക്കെ അറിയാനാണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിയാം, നല്ല ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് ഈ വട്ടമുള്ളത്. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഹോൾ ടിക്കറ്റ് പരമായിട്ടും അതുപോലെ നിങ്ങൾക്ക് സിലബസും മറ്റ് ഏരിയാസും പ്രിപ്പറേഷനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സാം ഹോളിലെത്തുമ്പോൾ നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങൾ ഇനി എക്സാം എഴുതാനുള്ളവരുണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്സൊക്കെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഏത് എക്സാം എഴുതാൻ വന്നാ? ഹിസ്റ്ററി എങ്ങനെ ഉണ്ടായിരുന്നു ഏകദേശം? അതായത് വിചാരിച്ച പോലെ തന്നെയാണോ വന്നത്? ഏതൊക്കെ ഏരിയാസ് നിന്നാണ് വന്നതെന്നുള്ളത്? കുഴപ്പമില്ല, NCET ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ കുറച്ചൊക്കെ പുറത്തുനിന്ന് എൻ്റെ പേര് സന, ബുക്കും അവിടെ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഈ എക്സാം. ഏത് ടോപ്പിക് എഴുതാൻ വന്നത്? എക്കണോമിക്സും ബിസിനസും. മൊത്തം ഈ CUETയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് പ്രിപ്പറേഷനും അതുപോലെ തന്നെ കുഴപ്പമില്ലായിരുന്നു. എക്സാം കഴിഞ്ഞാൽ പാടില്ലേ, പബ്ലിക് എക്സാം കഴിഞ്ഞാൽ പാടായതുകൊണ്ട് അത്ര ടച്ച് ഒന്നും കിട്ടുമല്ലോ. ഹിസ്റ്ററിയും പൊളിറ്റിക്സും ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷ് നാലും ഉണ്ടായിരുന്നു. അപ്പം ഹിസ്റ്ററി എങ്ങനെയുണ്ട്? ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇംഗ്ലീഷ് അതൊക്കെ നല്ലത് തന്നെയായിരുന്നു, ഈസി ആയിരുന്നു. പക്ഷെ ജനറൽ ടെസ്റ്റ് മാത്സ് ആയതുകൊണ്ട് ആ ഒരു ടഫ് ഉണ്ടായിരുന്നുള്ളൂ. പ്രിപ്പറേഷൻ വൈസ് അതുപോലെ ഇപ്പോൾ ഈ സെൻറ്റർ ചേഞ്ച് ഒക്കെ മാറുന്നതനുസരിച്ചേ അത് ബുദ്ധിമുട്ടായി തോന്നി. അതായത് ഇങ്ങനെ പെട്ടെന്ന് തലേന്ന് വന്നിട്ട് മെസ്സേജ് അയക്കുകയാണ്. അപ്പം കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് ആണ്. ഞങ്ങൾ ഇന്നലെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു മെസ്സേജ് കാണുന്നത്. അപ്പോൾ വീണ്ടും പോയി നോക്കിയപ്പോൾ ഒന്നും പിന്നെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ ബുക്കിലുള്ള പുസ്തകം അല്ലാത്തതും NCETക്ക് പുറത്തുനിന്ന് വരുന്നുണ്ടോ? ഞാൻ ഡൊമൈൻ എടുത്തത്, പക്ഷെ അതിനല്ലാത്തതും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ബിസിനസ്സും കുഴപ്പമില്ല, പക്ഷെ എന്നാലും പിന്നെ GK വലിയ സീനിലായിരുന്നു. GKയുടെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ CUET എഴുതാൻ വന്ന സ്റ്റുഡൻസിൻ്റെ കുറച്ച് പാരൻസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ആദ്യമായിട്ട് വന്ന ഒരു എക്സാമിനെ പറ്റി പാരൻസിന് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം. അപ്പം ഈ ഒരു പരീക്ഷ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പം പോരാത്തതിന് NTയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് തിടുക്കം പിടിച്ച് നടത്തുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ലതും നേരിട്ടോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ മോള് ഇത് ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ ഇത് പ്രത്യേകിച്ച് പ്രിപ്പയറും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിൽ കിട്ടരുതെന്നാണ് കുട്ടിക്ക്. കാരണം ഡിഗ്രി വീട്ടിലിരുന്ന് 3 വർഷം വീട്ടിൽ നിന്ന് പോയിട്ട് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കുട്ടിക്ക് ഒരു ആഗ്രഹമാണെങ്കിൽ എഴുതിക്കോട്ടെ, കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് തീരുമാനിക്കാന്നുള്ളതാണ്. മാത്സ് കുറേ ഉണ്ടായിരുന്നോ? അത് കുറേ ഉണ്ടായിരുന്നു. ഈ ജനറൽ ടെസ്റ്റ് വരുമ്പോൾ കുറേ ആപ്റ്റിറ്റ്യൂഡ് കുറേ ചിന്തിച്ച്, എന്താ പറയുക, ഈ ജനറൽ നോളജൊക്കെ കുറേ ചിന്തിച്ചത്. പക്ഷേ അതൊന്നും അധികം വരാണ്ട് ഫുള്ള് മാത്സ് ഉണ്ട്. അതായത് സയൻസിൻ്റെ മാത്സ് അധികമാണ്. ബുദ്ധിമുട്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഒന്നും അധികം ചോദിച്ചില്ല. കറണ്ട് അഫയേഴ്സ് ആകെ 5-6 ചോദിച്ചുള്ളൂ. സ്റ്റാറ്റിക് GK അതും കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി ഡൊമൈൻസിലൊക്കെ പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ മറ്റ് അസേഷനും റീസണും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പാരഗ്രാഫ് ആയതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ഈസി ആയിരുന്നു ബാക്കിയുള്ളതിന്. ഹിസ്റ്ററിക്കൊക്കെ എല്ലാത്തിനും പാരഗ്രാഫ് വന്നായിരുന്നു. ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? മാനേജ് ചെയ്യാൻ പറ്റിയോ? ടൈം കൂടുതലായിരുന്നു. അതായത് ഇത് ജനറൽ ടെസ്റ്റിന് വഴി ബാക്കിയൊക്കെ കൂടുതലായിട്ടാണ് വന്നത്. 20 മിനിറ്റ് ഒക്കെ ബാക്കി വരിക. അതെ, കുട്ടികളെ ഇഷ്ടത്തിന് വിട്ടതാണ്. കുട്ടികളുടെ പുറകുറയിൽ തന്നെ സീറ്റ് കിട്ടും എന്തായാലും. പക്ഷെ എന്നാലും അവർക്ക് ഡൽഹി പോയി പഠിക്കണമെന്നാണ്. ആദ്യം ഒരു ജോലിയായിരുന്നു ഒരു അംബീഷൻ. ഇപ്പോൾ കുട്ടികൾ പറയുന്നത്
സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ളത്, അതൊരു ക്യാമ്പസ് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ജോലിനെക്കാളും ഒരു ആംബിഷനായിട്ട് അതാ പറയുന്നത്. സംഭവം എളുപ്പമാണ്, പക്ഷേ കുറച്ചും കൂടി ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയൊക്കെ ചെയ്യാൻ തോന്നി. എക്സാംസ് പൊളിറ്റിക്കൽ സയൻസ് ഡൊമൈന്, ഹിസ്റ്ററി, ജനറൽ ടെസ്റ്റ്, ഇംഗ്ലീഷും 4 ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് ബേസിക് ആയിരുന്നു. ബേസിക് ആയിരുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ കോംപ്രിഹെൻഷൻ അതൊക്കെ തന്നെ, പിന്നെ 1 വേർഡ് അങ്ങനെ അർത്ഥമൊക്കെ ചോദിക്കുന്നത്. ആന്റണി ഇംഗ്ലീഷിനും ഒക്കെ ഇല്ല, പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഫസ്റ്റ് പരീക്ഷയാണ്, അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. എത്ര ഏർലി മോർണിംഗ് ആയതുകൊണ്ടുള്ള ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അടുത്ത വീടുള്ളവരാണോ? എല്ലാരും ദൂരെയാണ്. ഞങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ടൂർ പോലെ ആക്കി മാറ്റി. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ? അതല്ല, ഒരു യാത്രയെ രാവിലെ നേരത്തെ 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിൽ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു ഹരാക്കി എടുത്തു ട്രിപ്പ് കണക്കിങ് പോകുന്നത്. പിന്നെ ബാക്കി ഡൊമൈൻസ് ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസ് മോശമല്ല, പക്ഷേ ജനറൽ ടെസ്റ്റ് കുറച്ച് ഡയറ്റ് ആയിരുന്നു. ആണോ? ജനറൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വന്നത് കുറച്ച് മാത്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം ലോജിക്കൽ അതൊക്കെ തന്നെ. പിന്നെ കറണ്ട് അഫയേഴ്സും കറണ്ട് അഫയേഴ്സും ഒക്കെ ഉണ്ട്. കറണ്ട് അഫയേഴ്സും ഉണ്ടായിരുന്നു. 2022 ചോദിച്ചിട്ടുണ്ടായിരുന്നു. 22 എന്താ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഈ ബഡ്ജറ്റിന്റെ ഒക്കെ ബഡ്ജറ്റിൽ എന്താ ബഡ്ജറ്റ് അലൊക്കേഷൻ ആണോ അതോ പ്രസന്റ് ചെയ്തപ്പോഴാണെന്നുള്ളതാണ്? പ്രസന്റ് ചെയ്തപ്പോഴാണ് ചോദിച്ചത്. അപ്പം പ്രൊപ്പോസ് അറിയില്ലേ, കാണാറില്ലേ? ഫെബ്രുവരി കറണ്ട് അഫയേഴ്സ് കണ്ടായിരുന്നു. ഫെബ്രുവരി ആണ്. അപ്പൊ ബഡ്ജറ്റിന്റെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റിയോ? ഡൊമൈൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വന്നത്? പാരഗ്രാഫ് വൈസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പഠിച്ച തന്നെയാണോ, NCET സിലബസ് തന്നെയാണോ വന്നത്? സംഭവം ഫുൾ NCET സിലബസ് ആണ്, പക്ഷേ കുറച്ച് ഡീപ്പായിട്ട് ചോദിക്കുന്നത്. പിന്നെ സംഭവം എളുപ്പമാണ്, പക്ഷേ ചില ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ വരും. പേര് മുഹമ്മദ് ഫരീദ്. എവിടുന്നാ വരുന്നത്? കോഴിക്കോട് കല്ലായിന്ന്. അപ്പം രാവിലെ തന്നെ ഇറങ്ങി അങ്ങോട്ട് വരാൻ? രാവിലെ തന്നെ. നന്നാ രാവിലെ ഇറങ്ങേണ്ടിയോ? 7 മണി. 7 മണിക്ക്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എക്സാം? പ്രതീക്ഷയെക്കാട്ടി നല്ല സിമ്പിളാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഈ മെൻ്റൽ അബിലിറ്റി ആ ബേസ് ഫീൽഡിലൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് വന്നത്. അപ്പം സ്ഥലം തോടന്നൂര്. അപ്പം എങ്ങനെ, അതായത് ഏതൊക്കെ ഡൊമൈൻസ് ആണെന്ന് എഴുതി, അല്ലെ ഏതൊക്കെ പേപ്പറുകൾ എഴുതി? ഹിസ്റ്ററി, പൊളിറ്റിക്സ്, രണ്ടുപേരും. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? വിചാരിച്ച പോലെയാണോ വന്നത് അതോ? കുഴപ്പമില്ലായിരുന്നു. പാരഗ്രാഫ് എല്ലാം. പേര്? ഷഹബാസ്. എവിടുന്നാ വരുന്നത്? ഞാൻ അവിടെ മുക്കം. ഞാൻ കുന്നമംഗല. അപ്പം ഇന്ന് ഏതൊക്കെ വിഷയങ്ങൾ എഴുതാൻ പോകുന്നത്? ഞാൻ എക്കണോമിക്സ്, ബിസിനസ്, മാത്സ്, ഈ 3 വിഷയമാണ് എൻ്റെ ഉള്ളത്. അപ്പം അത്യാവശ്യം പ്രിപ്പയർഡ് ആണോ എഴുതാൻ വേണ്ടി? പ്രിപ്പയർഡ് ആണെന്ന് വെച്ചാൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മോഡൽ ടെസ്റ്റും കാര്യങ്ങളും, പിന്നെ വേറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടണം. അതിൻ്റെ ഇതിലാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഏത് കോളേജിലേക്ക് അല്ല ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനാണ് നോക്കുന്നത്? ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കണം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ്? ഞാൻ എക്കണോമിക്സ് ആണ് കൊടുത്തത്. +2 സയൻസ് ആയിരുന്നു? അല്ല, ഞാൻ കൊമേഴ്സ്, മാത്സ്. കൊമേഴ്സ് മാത്സ് ആണ്. മാത്സ്. അപ്പോൾ പിന്നെ എക്കണോമിക്സിന് ബുദ്ധിമുട്ടുണ്ടാവും. എക്കണോമിക്സിന് ബുദ്ധിമുട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമിലെ സ്റ്റുഡൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പേര് ഒന്ന് പറഞ്ഞേ, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ലക്ഷ്മൺ, മുക്കത്താണ് വരുന്നത്. മാത്സ് ആണ് ഇന്നത്തെ ഡൊമൈൻ. അപ്പോൾ അത് നമ്മുടെ ILP എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആണ്. അപ്പം ഏതൊക്കെ വിഷയങ്ങൾ എഴുതുന്നുണ്ട്? ഇന്ന് മാത്സ് മാത്രം, ബാക്കിയൊന്നുമില്ല. അപ്പോൾ 45 മിനിറ്റ്സ് മാത്രമാണ്. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർഡ് ആണോ? അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് ഏറ്റവും ഹെൽപ്ഫുൾ ഏതായിരുന്നു? മോക്ക് ടെസ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മെൻറ്ററിംഗ് ഒക്കെ കൃത്യമായി കിട്ടില്ല? അടിപൊളിയായിരുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചേ? ഏതാ 1-2 ക്വസ്റ്റ്യൻസ്? പൊളിറ്റിക്സിലുണ്ട് ആർട്ടിക്കിൾ എഴുതുന്നില്ലേ, 382 അതൊക്കെ ചോദിച്ചു. അത് നമ്മൾ അതുപോലെ ഡിസ്കസ് ചെയ്ത് അത് പ്രപ്പോസ് കേട്ടില്ലേ? അപ്പം അതുപോലെ വന്ന ചോദ്യങ്ങളുണ്ട്. പാരഗ്രാഫ് ആയിട്ടാണ് വന്നത്. അധികം മാത്സിന്റെ ഇതിലാണ്. അതെല്ലാരും പറയുന്നുണ്ട് മാത്സ് കുറച്ചധികം വന്നു എന്ന്. ഓക്കെ, അപ്പം ജനറൽ ടെസ്റ്റില് കറണ്ട് അഫയേഴ്സും GK വന്നോ? നമ്മുടെ പ്രപ്പോസ് സെഷൻസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണെന്നെല്ലാം തിരിഞ്ഞ് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഐഷയ്ക്ക് അതുപോലെ ഏതൊക്കെ ഡൊമൈൻസ് എഴുതിയത്? ഡൊമൈൻസ് പൊളിറ്റിക്സ്, ഹിസ്റ്ററി, പിന്നെ സാധാരണ ജനറലാണ് ഇതൊക്കെ വന്നത്. അപ്പോൾ ഈ മെൻ്റൽ അബിലിറ്റി കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നു പ്രതീക്ഷേനെക്കാട്ടി. പിന്നെ അതിനനുസരിച്ച് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ പൊളിറ്റിക്സിലൊക്കെ ജസ്റ്റ് ബേസ് ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പേരെന്താ? പേര് നന്ദു. സ്ഥലം? ഹരിക്കുനി. പിന്നെ ഏത് എക്സാം എഴുതാനാണ്? എക്സാം CUET.
CUET തന്നെ മാത്സ് മാത്രമേ ഉള്ളൂ? മാത്സും ഹിന്ദിയും. ഹിന്ദിയും ഉണ്ട്. ഹിന്ദിയൊക്കെ എഴുതുന്നുണ്ട്. അത് പിന്നെ അറിയാണ്ട് കുടുങ്ങി പോയതായി. പ്രിപ്പയർഡ് ആണോ ഹിന്ദിക്ക്? കുഴപ്പമില്ല. മെറ്റീരിയൽസ് ഒക്കെ നോക്കി പഠിച്ചാണോ? എല്ലാം പഠിച്ചിട്ടുണ്ട്. ഓ അടിപൊളി. അജന്താസ്. സ്ഥലം കുന്നുമക്കര. ഇന്ന് ഏത് എക്സാം എഴുതാനാണ് വന്നിരിക്കുന്നത്? മാത്സും ഹിന്ദിയും. ഒരുപാട് ആൾക്കാർ മാത്സ് ഹിന്ദി എടുത്തിട്ടുണ്ട്. നേരത്തെ 1-2 സ്റ്റുഡൻസ് മാത്സ് ഹിന്ദി എടുത്തവരുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പക്ഷേ ഞാൻ 1-2 ക്ലാസ്സുകളൊക്കെ നോർമലി +2 ബേസിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രിപ്പറേഷൻ തന്നെ മാത്സിന്റെ 2-3 ക്ലാസ് കണ്ടിട്ടുണ്ട്. സെറ്റ് 1 സെറ്റ് 2 വേണ്ടിയിട്ടില്ല. ടീച്ചർ പ്രിപ്പവൈസ് കാണാറുണ്ട്. അതിൽ 2 ക്ലാസ് കണ്ടിട്ടുണ്ട്. 2 ക്ലാസ് കണ്ടിട്ടുണ്ട്. മാത്സിന്റെ ആയിരുന്നോ? ഒരു ഹെൽപ്ഫുൾ. റുഷ്ദ മാമിന്റെ ക്ലാസ് ആണോ കണ്ടേ? ടീച്ചറെ പേര് ഞാൻ ലാസ്റ്റസ് എടുത്ത് കണ്ടിട്ടുള്ളൂ. 2 ക്ലാസ് ഫുൾ ഉണ്ട്. മൊത്തം കണ്ടു. അത് എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ്. അപ്പം പ്രിപ്പറേഷൻ ഒക്കെ ആപ്റ്റ് ആണോ ഹിന്ദിക്കൊക്കെ? ഹിന്ദി പക്ഷേങ്കിൽ അത് ഈ അക്ഷയിലൊന്നും ഇവർക്ക് ഇതിനെപ്പറ്റി CUET പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ അവർ അങ്ങനെ എടുത്തതാണ് ഹിന്ദി. ഓരോരോ അറിയുന്ന സബ്ജക്റ്റ് ഒക്കെ എടുത്തോന്ന് അങ്ങനെ എടുത്തതാണ്. അല്ലാണ്ട് +2 പഠിച്ച പോലെ +2 ഹിന്ദി ആയിരുന്നു. ഹിന്ദി എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഒരു പറഞ്ഞത് അങ്ങനെ എനിക്ക് അറിയുന്നൊക്കെ എടുക്കാന്ന്. പിന്നെയാണ് ഈ ക്ലാസ് കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. കൊടുക്കേണ്ട ക്ലാസ് കണ്ടിരുന്നോ? എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്? എനിക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രി ശരിക്കും വേണ്ടത്. മറ്റേതൊക്കെ ഇവര് ഈ ഒരു തെറ്റിദ്ധാരണ പുറത്തേക്ക് അവരെ കൊടുത്തു പോയതാണ്. ശിവനന്ദ. എവിടുന്നാണ്? വടകര. അപ്പൊ ഇന്ന് ഏതൊക്കെ എക്സാം എഴുതാനാ വന്നേ? ഇന്ന് എക്കണോമിക്സ് മാത്രം. എന്റെ ഫസ്റ്റ് സ്ലോട്ട് കഴിഞ്ഞു. എവിടുന്നായിരുന്നു? ഇവിടുന്ന് തന്നെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്ലോട്ട്? ജനറൽ ടെസ്റ്റ് അത്യാവശ്യം ടഫായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ബാക്കി പഠിച്ചത് തന്നെയാ വന്നേ. അപ്പം +2 ഏതായിരുന്നു? സയൻസ് ആയിരുന്നോ? ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അതേ സംഭവം തന്നെയാ വന്നേ. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ കംപ്ലീറ്റ് കിട്ടുമായിരുന്നു. NCET ടെക്സ്റ്റ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. സോ ഇന്നും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ അതിന് പ്രിപ്പയർഡ് ആയിരിക്കില്ലേ കുറച്ചുകൂടെ? ആദ്യം എക്സാം കഴിഞ്ഞോണ്ട് കുറച്ചും കൂടെ ടെക്സ്റ്റ് ബേസ് തന്നെ നോക്കിയത്. ഏതൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നത്? എക്കണോമിക്സ് മാത്രമേ ഉള്ളൂ. സ്ലോട്ട് 1 or 2? സ്ലോട്ട് 2 ആണ്. ഇനി എഴുതാനുണ്ടോ? സ്ലോട്ട് 1 കഴിഞ്ഞാണോ? ഫസ്റ്റ് സ്ലോട്ട് 2 ആണ്. 1 phase 1 ഇല്ല? ഓക്കെ. അപ്പം അത് phase 2-ലല്ലേ 1? phase 2-ലും സ്ലോട്ട് 2 phase 1-ലും. ഓക്കെ. അപ്പം പ്രിപ്പയർഡ് ആണോ? നല്ലപോലെ പഠിച്ചു. എങ്ങനെയൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ? +2 മെറ്റീരിയൽസ് തന്നെ പഠിച്ചു. എല്ലാം തറവാണ്. കോൺഫിഡൻ്റ് ആണ്. അപ്പം നമ്മുടെ ചാനൽ അറിയോ? പ്രപ്പോയ്സ് ലൈവ് കാണാറുണ്ട്. അപ്പോൾ ഏതൊക്കെ സെഷൻസ് ആണ് കണ്ടിട്ടുള്ളത്? എല്ലാ സെഷനും കണ്ടിട്ടുണ്ട്. യൂസ്ഫുൾ ആയി തോന്നിയോ? എല്ലാം പ്രൊഡക്റ്റീവ് ആയിരുന്നു അത്യാവശ്യം. ജനറൽ നോളജ്, GK, കറണ്ട് അഫയേഴ്സ് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് സ്ലോട്ട് 2-ൽ ഏതെഴുതുന്നത്? മാത്സും ഹിന്ദിയും. അപ്പോൾ ഹിന്ദി എഴുതുന്നുണ്ട്. സ്വയം എഴുതിയാണോ അതോ അക്ഷയക്കാർ പറ്റിച്ചാണോ? നേരത്തെ ഒരു കക്ഷി വന്നിട്ട് എന്ത് ചോദിച്ചാൽ അന്നേരം അറിയില്ല എന്നാ കൊടുക്കണ്ടേ. ഹിന്ദി ആരുടെ കൊടുത്തുപോയതാ. എല്ലാവർക്കും ഉണ്ട്. ഇന്ന് പറഞ്ഞു അക്ഷയക്കാർ അവർ +2 പഠിച്ച എല്ലാ വിഷയങ്ങളും എഴുതുന്നതിന് കൊടുത്ത് +2 ഹിന്ദി ആയിരുന്നോ? അപ്പോൾ അവർ ഹിന്ദി കൊടുത്തു എന്നുള്ളത് പറഞ്ഞു. പഠിച്ചിട്ടുണ്ടോ ഹിന്ദി? ഇല്ല, വെറുതെ ഒന്ന് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് സ്വയം അല്ല അപ്ലൈ ചെയ്തിട്ടുള്ളത്. അവർ അക്ഷയയിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്ഷയക്കാരെയും പറയാൻ പറ്റില്ല, കാരണം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരീക്ഷ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ രജിസ്റ്റർ ചെയ്ത കൂട്ടത്തിൽ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? +2-ൽ ഹിന്ദി എടുത്തവർക്കും ഹിന്ദി എടുത്ത് കൊടുത്തിട്ടുണ്ട് CUET-ൽ എഴുതുന്നതിനായിട്ട്. ഇവിടെ നോക്കേണ്ട കാര്യം, നമുക്ക് +2-ൽ പഠിച്ച പോലെയല്ല ഹിന്ദി എക്സാമിന് വരുന്നത്. എക്സാമിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് വരുന്നത്. പോരാത്തതിന് ഹിന്ദി എഴുതണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ഇംഗ്ലീഷോ മലയാളമോ തന്നെ എഴുതിയാൽ തന്നെ ധാരാളമാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ സ്വയം തന്നെ എന്ത് ചെയ്യുക? അറിഞ്ഞതിന് ശേഷം അക്ഷയക്കാർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞ് അപ്ലൈ ചെയ്യിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഹിന്ദി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതോടത്ത് പേടിക്കൊന്നും വേണ്ട. സപ്പോസ് ഇപ്പം നിങ്ങൾ ആ പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ചെന്നിരുന്നാൽ മതി. ആ 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് വരികയും ചെയ്യാം. ഓക്കെയാണ്. അപ്പം ആ ഒരു ടൈം കഴിയാതെ എഴുന്നേറ്റ് വരാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ മറ്റ് വിഷയങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ടും ആ വിഷയങ്ങളിലേക്ക് തന്നെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹിന്ദി അത്ര വലിയൊരു വിഷയമാവുന്നില്ല. അപ്പോൾ ഹിന്ദി വേണ്ട യൂണിവേഴ്സിറ്റികൾ 1 or 2 ആണ്. അത് പോകാൻ പറ്റില്ല എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക മറ്റ് വിഷയങ്ങളിൽ, അതുപോലെ നിങ്ങളുടെ ഡൊമൈൻസിലും ഫോക്കസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. അപ്പം പ്രപ്പോയ്സ് പ്ലാറ്റ്ഫോമിനെ പറ്റി സബ്സ്ക്രൈബർ ആണോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലാണ്. പിന്നെ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. അപ്പം ഏത് കോളേജാണ് നോക്കുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുന്നുണ്ട്. ഏതെങ്കിലും സ്പെസിഫിക് കോളേജ് ഉണ്ടോ? ശ്രീറാം. ഓക്കെ. SRCC. അടിപൊളി. എൻ്റെ പേര് ആദിൽ മുഹമ്മദ്. ചാത്തമംഗലാണ് വീട്. സോ എങ്ങനെ ഇന്ന് എഴുതുന്ന പരീക്ഷകൾ? എക്കണോമിക്സ് മാത്രം. അപ്പം പ്രിപ്പയർഡ് ആണോ? ഏതാണ്ട് ഏറെക്കുറെ. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. അപ്പം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ സെഷൻസ് ഒക്കെ? സെക്ഷൻസ് ഉണ്ട്. അപ്പം ഇന്ന് എഴുതാൻ പോകുന്നത് CUET എക്സാം മാത്സിന്റെ ആണ്. അപ്പം പ്രിപ്പറേഷൻ ഒക്കെ അപ്രോക്സിമേറ്റ്ലി
അത്ര ഫുള്ളൊന്നും പഠിച്ചില്ല, നല്ലൊരു ആവറേജ്. ഏത് രീതിയിലായിരുന്നു പ്രിപ്പറേഷൻ? ഞാൻ എന്തായാലും എൻട്രൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു, ജെയ്ക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ തന്നെ വന്നേ. അതിൻ്റെ ഒരു ഇതിൽ. അപ്പം ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? അത് ഹരിയാന അല്ലെങ്കിൽ ഡൽഹി. കോഴ്സ് ബിടെക് തന്നെയാണ്, എഞ്ചിനീയർ ആണെന്നുള്ളതാണ്. എല്ലാം എക്സാം എഴുതാൻ വന്നവരുടെ കൂടെ വന്നവരാണ്, എല്ലാം കമ്പനിക്കാരാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ പാരൻസ് ആണ് വന്നിട്ടുള്ളത്, കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരാൾക്ക് കൂട്ടി 2 ആളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ നിങ്ങൾ എക്സാമിന് വരുമ്പോൾ. അപ്പം നിങ്ങളിൽ ഇവർ എക്സാം എഴുതുന്നുണ്ടല്ലേ? അടുത്ത മാസം. ബാക്കിയുള്ളവരൊക്കെ കൂടെ തന്നെ വന്നവരാണ് ഈ കമ്പനി. അതൊക്കെ ഓരോരുത്തരുടെ കൂടെ വന്നവരാണ്. അപ്പം അങ്ങനെ ഡേ 3 CUETയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം കുട്ടികൾ ഒരുപാട് ആൾക്കാർ എഴുതാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഒപ്പം പാരൻസും അതുപോലെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അത് ഇനി എഴുതാനുള്ളവർ എങ്ങനെയാണെന്ന് കാര്യങ്ങളൊന്നും അറിയാൻ വരുന്നുണ്ട്. അല്ലാതെ തന്നെ നാട്ടിൽ എന്തായാലും പരീക്ഷ എഴുതാൻ പോകല്ലേ പറഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിയിടത്തോളം നമ്മൾ എക്സാം സെൻറ്റർ, അതായത് അങ്ങ് ഹോൾ വരെ നമ്മൾ പോയി. അപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ലോക്കർ റൂം ഉണ്ട്, അതുപോലെ തന്നെ നല്ല വാഷ്റൂം ഫെസിലിറ്റീസ് ആണ്. ഇനിയിപ്പോൾ കുട്ടികൾ നല്ലപോലെ എക്സാം എഴുതി ഒരു സ്കോർ വാങ്ങുക, അതുപോലെ തന്നെ നല്ല ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നേടാനുള്ളൊരു കാര്യമുള്ളൂ. പലരുടെയും പ്രിപ്പറേഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലരുടെ പ്രിപ്പറേഷൻ ആപ്റ്റ് ആണെന്ന് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. ചിലർ വന്ന് എഴുതി പോകാം, അല്ലെങ്കിൽ മറ്റ് പരീക്ഷയ്ക്ക് ഇപ്പോൾ നീറ്റ്, JEE തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചിട്ട് എന്നാൽ CUET എഴുതി കളയാമെന്നുള്ള രീതിക്ക് വന്ന് എഴുതുന്നവരും ഉണ്ട്. അപ്പോൾ ഇനി ഇവരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ റിസൾട്ട് വന്നാലേ അറിയുള്ളൂ ഇവരുടെയൊക്കെ എഫേർട്ടിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രതീക്ഷ രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡേ 3ലെ വിശേഷങ്ങൾ. ഇതിപ്പോൾ നമ്മൾ ഫീൽഡിൽ വന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്കറിയാം, ചാനലിൽ പോയി കഴിഞ്ഞാൽ അല്ലാതെ മറ്റ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് അവിടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം ഫീൽഡ് ആയിക്കോട്ടെ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ട ഏതൊരു മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ചാനലിൽ പ്രൊപ്പൈസിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ത്രൂ ഔട്ട് CUET ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം, അല്ലെങ്കിൽ മറ്റൊരു ഡേയിൽ ഇനിയും കാണാം. അതുവരേക്കും പീസ് ഔട്ട്.